ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നത്തെ പ്രഭാതം വിടർന്നു. രാവിലെ കണ്ണ് തുറന്ന് എണിച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം പല്ല് തേച്ച് നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ പോക്ക്. അപ്പോൾ ഇന്നത്തും അതേപോലെ തന്നെയാണ്. പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു ചെറിയ പ്രത്യേകതയും കൂടെ ഉണ്ട്. റജബ് മാസത്തിലെ സുന്നത്ത് നോമ്പ് പിടിക്കാനായിട്ട് ഇടയത്തായം കുടിക്കാനായിട്ട് എണിച്ചേക്കണയാണ് കേട്ടോ. അപ്പോൾ മെഹ്റാജിൻ്റെ നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണിച്ച് അടുക്കളയിലേക്ക് കയറി വന്നത് കട്ടൻ ചായ അടുപ്പത്തേക്ക് വെക്കണം. പിന്നെ രാവിലെ എണിച്ചപ്പോൾ കുറച്ച് താമസിച്ചു പോയി കേട്ടോ. ഞാൻ രാത്രി കിടന്നപ്പോഴും കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലാറം വെച്ചപ്പോൾ 3:30ക്ക് അലാറം വെച്ച് അത് അടിച്ചത് അറിഞ്ഞത് പോലും ഇല്ല കേട്ടോ. പിന്നെ 3 അലാറം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മിക്ക സമയത്തും ചിലപ്പോൾ അലാറം അടിക്കുമ്പോൾ അറിയാറില്ല. അതുകൊണ്ട് തന്നെ എണിക്കാതിരിക്കരുതെന്ന് വിചാരിച്ചാണ് 3 അലാറമൊക്കെ വെച്ചത്. അപ്പോൾ രണ്ടാമത്തെ അലാറം 4:50-നാണ് കേട്ടോ. 3:50-നാണ് കേട്ടോ വെച്ചത്. അപ്പോൾ 3:50-ന് അലാറം അടിച്ച് കഴിഞ്ഞപ്പോഴാണ് എണിച്ചത്. പിന്നെ അത് എണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത്രയും സമയമായല്ലോ, 4 മണി ആവാറായല്ലോ എന്ന് ഓർത്തുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ തല്ലിപ്പിടിച്ച് റെഡിയാക്കണതാണ് കേട്ടോ. അപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങുകയും ചെയ്തു, മുട്ടയും പുഴുങ്ങി, പിന്നെ അതേപോലെ തന്നെ റവയുടെ പുട്ടും കൂടെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചാണ് ഞങ്ങളെല്ലാവരും ഇടയത്തായം കുടിച്ചത്. പിന്നെ രാത്രിക്കത്തെ കുറച്ച് ചോറും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ തിളപ്പിച്ച് വറുത്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യണേ രാവിലത്തെ തകൃതിയായിട്ടുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചത്. അപ്പോൾ ആ മുകളിൽ തട്ട് വെച്ച് കൊടുത്തെങ്ങാണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഏത്തപ്പഴം അത് മുറിച്ച് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം, ഒരു ഇതിൽ തന്നെ എല്ലാം വെന്തും കിട്ടൂലേ. അപ്പോൾ മുട്ട വേവണം അത്രയും ഗ്യാസ് മതി പഴം വേവാൻ, പഴം വേവണം അത്ര ഗ്യാസ് മതി മുട്ട വേവാൻ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് വെക്കുമ്പോൾ രണ്ടും ഒറ്റ ട്രിപ്പിൽ അങ്ങ് വെന്തെടുക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചാൽ കേട്ടോ. പഴമാണെങ്കിൽ വെള്ളത്തിൽ കിടന്ന് വേവുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ചുവ ഉണ്ടാവില്ല, ആവിക്ക് കിടന്ന് വേവുമ്പോഴായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടെ ഒറ്റ ഇതല്ലേ ഇഡ്ഡലി പാത്രത്തിലാക്കിയിട്ട് സ്റ്റൗവിലേക്ക് വെച്ചു. ഇനി അത് അവിടെ ഇരുന്ന് വേവണ സമയം കൊണ്ട് ഞാൻ ആദ്യം ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ടു. പിന്നെ ചോറൊക്കെ തലേന്നിരിക്കുന്ന ചോറ് തന്നെ ഇരിപ്പുണ്ട്, ചോറും കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇച്ചിരി റവ കൊഴിച്ചെങ്ങാണ്ട് ഉമ്മച്ചിക്കും ബാബച്ചിക്കും ഒക്കെ പുട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ റവ ഒഴിച്ച് വെക്കാം കേട്ടോ. ഇനി ചായ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റൗ ഒന്നും ഓഫാക്കിയില്ല. അപ്പോൾ ആ അടുപ്പത്തേക്ക് തന്നെ കുക്കറിലേക്ക് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ടാണ് കുക്കറിലേക്ക് നേരെ വെള്ളം വെച്ചത്. പിന്നെ പുട്ടിന് പൊടി കുഴക്കുകയാണെങ്കിലും ഞാൻ റവ കുഴക്കുന്ന സമയത്ത് തേങ്ങ ചിരവി ഇട്ടിട്ടാണ് കേട്ടോ റവ കുഴച്ചെടുക്കാറ്. അല്ലാത്ത പുട്ടുകൾ അരിപ്പൊടി കൊണ്ടാണെങ്കിലും പുട്ടുപൊടി കൊണ്ടൊക്കെ പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ചിരട്ടപ്പുട്ടിൻ്റെ അടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് മുകളിലേക്ക് പൊടി അങ്ങനെ ആക്കി കൊടുത്താണ് കേട്ടോ. പക്ഷേ റവ പുട്ട് നമുക്ക് തേങ്ങ ഇട്ട് കുഴക്കുകയാണെങ്കിൽ പുട്ടിന് ഇച്ചിരിയും കൂടി ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റവ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുട്ടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ, ഒരു 3 കഷ്ണം പുട്ട് അത്ര മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് ആവി കയറ്റാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി തേങ്ങ ഇടാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് മാത്രം മാറ്റി വെച്ചെങ്ങാണ്ട് ബാക്കിയെല്ലാം റവയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ റവ പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ കുഴച്ചിട്ട് ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഞാൻ പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട്, അപ്പോൾ ഉപ്പ് എല്ലായിടത്തിലും എത്താൻ വേണ്ടിയിട്ട് പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞത് നോർമൽ വാട്ടർ പച്ചവെള്ളത്തിൽ ഒഴിച്ചെങ്ങാണ്ട് പാകത്തിനൊന്ന് കുഴച്ച് വെച്ചു കേട്ടോ. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നമ്മളിതിവിടെ വെക്കണം. ആ ഒരു സമയം 10 മിനിറ്റ് തികച്ചൊന്നും വെക്കാൻ എനിക്ക് ഇടയത്തായത്തിനായതുകൊണ്ട് സമയമില്ല കേട്ടോ. സാധാരണ ഞാൻ 10 മിനിറ്റ് നേരമൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അത് സോക്ക് ചെയ്യാനായിട്ട് വെച്ച ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ കുക്കർ അടുപ്പത്തു നിന്ന് മാറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് കലത്തിൽ വെള്ളം വെച്ച് ചോറൊന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ വെള്ളരിയുടെ ചോറായിരുന്നു, അതുകൊണ്ട് തന്നെ ചോറ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റില്ല. തിളച്ച വെള്ളത്തിലേക്ക് ചോറിട്ടിട്ട് വാർത്തെടുക്കാനായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അത് വെള്ളം ശരിക്കും ഒന്ന് ചൂടായി തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് ചോറിട്ട് കൊടുത്തു. ഒരുപാട് ചോറൊന്നും വേണ്ട, കുറച്ച് ചോറ്. അപ്പോൾ കഴിക്കുന്നത് എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ ഇത് ചക്കക്കുരു മാങ്ങയൊക്കെ കറി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് തിളപ്പിച്ചെടുത്തു. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ പഴവും മുട്ടയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്തോ നോക്കാനായിട്ട് ഇഡ്ഡലിപ്പാത്രം തുറക്കണ കഷ്ടപ്പാടാണ് കേട്ടോ. കാരണം ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാണ്. എനിക്കല്ലെങ്കിൽ 1-2 തവണയൊക്കെ കൈ പൊള്ളിയതുകൊണ്ട് തന്നെ കയ്യിലേക്ക് ആവി വരുമ്പോഴും എണ്ണച്ചട്ടിയിലേക്ക് എന്തെങ്കിലും ഇടുമ്പോഴും ഒക്കെ ഭയങ്കര ഒരു പേടിയാണ് കേട്ടോ. നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് എറിഞ്ഞിട്ട് പോകുന്ന അവസ്ഥയാണ് കേട്ടോ എണ്ണച്ചട്ടിയിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടുമ്പോൾ. അപ്പോൾ അത് ഇഡ്ഡലിപ്പാത്രത്തിന് മൂടി തുറന്നങ്ങാണ്ട് പഴമൊക്കെ വെന്തോന്ന് നോക്കിയപ്പോഴത്തേനും പഴമൊക്കെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കഞ്ഞി ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ച്, ശരിക്കും തിളക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അത് അത്രയും മതി എന്ന് ഓർത്തുകൊണ്ട് അതിൻ്റെ തീ കുറച്ച് വെച്ചു. ഇനി അതിലേക്ക് കുക്കറും കൂടെ കയറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേന് തന്നെ നമുക്ക് പുട്ടൊക്കെ ചുട്ടെടുക്കാനായിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയമൊന്നുമില്ല എനിക്ക്. 5:30 ആകുമ്പോഴത്തേനും ബാങ്ക് വിളിക്കും. പക്ഷേ എങ്കിലും 5 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ആഹാരം കഴിക്കണമല്ലോ. അപ്പോൾ 1 മണിക്കൂറേ ഉണ്ടായുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ ചെയ്തെടുക്കാനായിട്ട്. പുട്ടിന് ആവി കയറ്റിയെടുക്കാനായിട്ട് ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇവിടെ മിക്ക സമയത്തും ഞാൻ ചിരട്ടപ്പുട്ട് മാത്രമാണ് ഉണ്ടാക്കാറ്. അതാകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കുറ്റി പാകമായിരിക്കും കേട്ടോ. അപ്പോൾ
ആദ്യത്തെ ട്രിപ്പ് പുട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ആവി കയറ്റിയെടുക്കാനായിട്ട് അത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ പഴമൊക്കെ ചൂടാറി കഴിഞ്ഞപ്പോൾ അത് ഇതേ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് എടുക്കാനുള്ള ചൂടാണ് ഇപ്പോൾ ഉണ്ടായുള്ളൂ കേട്ടോ. ആ ഒരു സമയത്താണ് ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഇനി ഇതേ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടൊന്ന് മാറ്റിയെടുത്തും കണ്ട് നമുക്ക് മുട്ടയും കൂടെ അതിൻ്റെ അകത്തുനിന്ന് ഒന്ന് മാറ്റി പച്ചവെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. എങ്കിലാണ് കേട്ടോ ചൂടുവെള്ളത്തിൽ നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് കഴിഞ്ഞാൽ മുട്ട ഒരിക്കലും ഉള്ള് ഭാഗം ഇങ്ങനെ വേവാത്ത പോലെ കിടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ പച്ചവെള്ളത്തിലിട്ട് ശരിക്കും മുട്ട തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട പൊളിക്കാവുള്ളൂ. അപ്പോൾ ഇതേ മുട്ട ഞാൻ വെള്ളത്തിലേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലിരുന്ന മുട്ടയും ഏത്തപ്പഴവും ഒക്കെ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഇത് ആദ്യം വെച്ചേക്കണേ ചിരട്ടപ്പുട്ടിൻ്റെ ഇത് ആവിയേറി വെന്തു കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു. ഇനി ഇത് രണ്ടാമത്തെ ട്രിപ്പും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചിരട്ടപ്പുട്ടും കൂടെ ആവിയിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ ഇനി അതും അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഈ പുട്ടിന് ആവി കയറ്റിയെടുക്കാനുള്ള ഈ ഒരു ഇതും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് 2 ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തതും അടുപ്പത്ത് വെച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇടയത്തായം കുടിക്കാനുള്ളത് ഇതൊക്കെയായിരുന്നു. ഏത്തപ്പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, അതേപോലെ തന്നെ ചോറും ചക്കക്കുരു മാങ്ങയും കറി വെച്ചേക്കണത്. പിന്നെ മീനൊക്കെ പൊരിച്ചേക്കണ ഇരിപ്പുണ്ട്. പക്ഷേ ഇടയത്തായത്തിന് നമ്മൾ ഇതൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ മീനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആഹാരം കഴിക്കാണ്ടിരിക്കുമല്ലേ. നോമ്പ് പിടിച്ച് കഴിയുമ്പോൾ കുറേ നേരമൊക്കെ കഴിയുമ്പോൾ എക്കിൾ വരുന്ന സമയത്താണെങ്കിലും ഏമ്പൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഒക്കെ ഈ മീനൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പുറത്തേക്ക് വരും കേട്ടോ. അത് കാരണം അതൊന്നും അങ്ങനെ കഴിക്കാറില്ല. മീനൊന്നും കുട്ടിങ്ങാണ്ട് ഒരിക്കലും ഇടയത്തായം കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇടയത്തായം കുടിച്ച് നിസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് കിടക്കാനൊന്നും നിന്നില്ല. പിന്നെ മോന് സ്കൂളുള്ള ദിവസവും കൂടെ ആയതുകൊണ്ട് തന്നെ പോയി കിടന്നു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞൊന്ന് യാസീനൊക്കെ ഓതി കഴിഞ്ഞപ്പോഴത്തേനും 6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 1 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോഴത്തേനും പിന്നെ അവനെ വിളിച്ചെണുപ്പിക്കണം, അവനെ റെഡിയാക്കുകയൊക്കെ വേണം. അപ്പോൾ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം പിടിക്കുകയും ചെയ്യും, പിന്നെ എണീക്കാനൊക്കെ ബുദ്ധിമുട്ടുമായിരിക്കും. അത് കാരണം ഞാൻ കിടന്നേ ഇല്ല കേട്ടോ. പിന്നെ അതേ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടയത്തായത്തിനുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുപ്പും തറയൊക്കെല്ലാം അടിച്ച് വൃത്തിയാക്കി എടുക്കുന്നത്. ഒരുപാട് കളയാനൊന്നും ഇല്ല. പിന്നെ നമ്മുടെ അടുപ്പും തറ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി വെച്ചാലും വൃത്തിയായില്ലെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെ തോന്നുള്ളൂ. പിന്നെ തുടച്ചിട്ട് കഴിയുമ്പോഴാണ് കേട്ടോ ഒരു വൃത്തി നമുക്ക് മനസ്സിലാകുള്ളൂ. അപ്പോൾ അതേ കുറേ ചാരം പറന്നേക്കണ പൊടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം വെള്ളം വെച്ചുകൊണ്ട് തുടച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അടുപ്പത്തൊന്നും ഉണ്ടാക്കില്ല, ഇനി വൈകുന്നേരം ആയിട്ടാലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പും തറയൊക്കെ രാവിലെ തന്നെ അങ്ങ് വൃത്തിയാക്കിയിട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മോന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാനും ഉമ്മച്ചിയും ബാബിച്ചിയും നോമ്പെടുത്തേക്കണെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ കുഞ്ഞിക്ക് ചെറുക്കൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവന് കഴിക്കാനുള്ള ആഹാരങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കണേ തന്നെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് രാവിലെ ആഹാരം കഴിക്കാനുള്ളതും സ്കൂളിലേക്ക് കൊടുത്തു വിടാനുള്ളതും എല്ലാം കൂടെ പരിഗണിച്ചാണ് കേട്ടോ ഞാൻ അത്രയും ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഞാൻ കുടിക്കാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിന് കൊടുത്തു വിടാനായിട്ടാണ് കേട്ടോ, സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട്. പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇടത്തായും കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാലൻസാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ കഞ്ഞിക്കലത്തിൽ കുറച്ചും കൂടെ ചോറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വാർത്തെടുത്തു കേട്ടോ. ഇനി തിളപ്പിക്കാനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി എടുത്തിട്ടുണ്ട്. തിളക്കണ സമയത്ത് തന്നെ പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് ചോറൊക്കെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചേക്കണേ കേട്ടോ. വെള്ളം ചൂടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കും ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ചോറ് അതിലേക്ക് ഇടാനായിട്ട്. പിന്നെ ഇടയത്തായത്തിന് തിളപ്പിച്ചപ്പോൾ നമുക്ക് ചെറിയ ചൂട് മതിയില്ല ആ സമയത്തായതുകൊണ്ട്. അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ചൂടാറിന് അത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് സമയം ഉണ്ടായില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെയാണ് തിളപ്പിച്ചെടുത്തത്. അപ്പോൾ ശരിക്കും വെള്ളം തിളച്ചെങ്ങാണ്ട് അതിലേക്ക് ഞാൻ ചോറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളരിയുടെ ചോറായതുകൊണ്ടാണ് ഇങ്ങനെ തിളപ്പിച്ച് വാർക്കണത്. അതല്ലാന്നുണ്ടെങ്കിൽ കുത്തരിയുടെ ചോറാണ് കൂടുതലും വെക്കാറ്. ഇവിടെ വെള്ളരി അങ്ങനെ വെക്കാറില്ല. ഇതിപ്പോൾ ഇന്നലത്തെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വെള്ളരി വെച്ചാണ് കേട്ടോ. അങ്ങനെ ആ ചോറൊക്കെ ഞാൻ തിളപ്പിച്ചൊന്ന് വാർത്തെടുത്തു. ശരിക്കും തിളയ്ക്കണ്ട, ചൂട് കയറിയങ്ങാണ്ട് ചെറുതായിട്ട് കുമ്പളകളൊക്കെ വന്ന് തുടങ്ങി അപ്പം തന്നെ വാർക്കും കേട്ടോ. പിന്നെ അതേ കൊച്ചിന് കുടിക്കാൻ വെള്ളം, പിന്നെ അതേപോലെ തന്നെ അവൻ്റെ സ്നാക്സ് ബോക്സും ഒക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. രാവിലെ എണിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ന് വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ കുപ്പിയിൽ ഞാൻ വെള്ളമാക്കി കുപ്പിയൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. കാരണം കഴുകി കഴിഞ്ഞിട്ട് ശരിക്കും ഉണങ്ങിയില്ലായിരുന്നു. ഉണങ്ങാനുള്ള സമയമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ ഇടയത്തായത്തിന് എണിച്ചപ്പോഴാണ് അതൊക്കെ കഴുകി വെച്ചേക്കണത്. രാത്രി ഞാൻ ബാഗിൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ടിരാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ പിന്നെ സ്നാക്സ് ബോക്സും കുപ്പിയൊക്കെ വെള്ളമായിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണങ്ങിയ തുണിയൊക്കെ വെച്ചിങ്ങോട്ട് തുടച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് ഫില്ലാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഇന്ന് അവന് കഴിക്കാനായിട്ട് ഞാൻ കൊടുത്തു വിട്ടത് ചിപ്സാണ് കേട്ടോ. പിന്നെ ഇവർ സ്കൂളിലേക്ക് ചോറ് കൊടുത്ത് വിടേണ്ട ആവശ്യമില്ല. ചില ദിവസങ്ങളിലൊക്കെ അവൻ വേണമെന്ന് പറയണം, അന്ന് മാത്രമേ കൊടുത്ത് വിടാറുള്ളൂ കേട്ടോ. സാധാ അവിടെ നിന്ന് തന്നെ സ്കൂളിൽ നിന്ന് കഞ്ഞിയൊക്കെ കിട്ടും. അപ്പം അവന് സ്കൂളിലത്തെ കഞ്ഞി കുടിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ചില ദിവസം അവൻ ചോറ് വേണമെന്ന് പറഞ്ഞാലും കറിയൊന്നും വേണ്ട, കറി ഞാൻ സ്കൂളിൽ നിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ദിവസങ്ങളുണ്ട്. ചിലപ്പോൾ മീൻ വറുത്തത് മാത്രമൊക്കെ കൂട്ടിങ്ങാണ്ട് ചോറ് കൊണ്ടുപോകും, എന്നിട്ട് കറി അവിടെ നിന്ന് മേടിക്കും. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. കൂടുതലും അവന് സ്കൂളിൽ നിന്ന് കഴിക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഇടയത്തായം കുടിച്ചിട്ടുള്ള എല്ലാ പണികളും രാവിലെ വരെ ഉള്ളതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് പണിയൊന്നുമില്ല, അടുക്കള ഫ്രീ ആണ്. ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ ബാക്കി പണികളൊക്കെ.
അങ്ങനെ അത് എല്ലാ പണികളും കഴിഞ്ഞു. വൈകുന്നേരത്തെ പണികൾ തുടങ്ങാനായിട്ട് ഇറങ്ങിയിട്ടോ അടുക്കളയിലേക്ക്. 4:30 ആയി കഴിഞ്ഞപ്പോൾ അത് അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചേക്കണത് ചപ്പാത്തിയും മുട്ട റോസ്റ്റും, പിന്നെ അതേപോലെ തന്നെ കട്ട്ലേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ചിക്കൻ റോളാണെന്ന് അതും പറയാൻ പറ്റില്ല കേട്ടോ. കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് വട്ടത്തിലാണല്ലോ, ചിക്കൻ റോൾ നീളത്തിലാണ്. പക്ഷേ ചിക്കനൊന്നും ഇല്ലാത്തൊരു ചിക്കൻ റോളാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മുന്തിരി മേടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ മുന്തിരി ജ്യൂസ് അടിക്കാം. പിന്നെ പാൽ ചായ തിളപ്പിച്ച് അത്രയൊക്കെ തന്നെ മതിയല്ലോ, വേറെ ആരുമില്ല, ഞാനും 2 പിള്ളേരും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ പ്ലാന്. അപ്പോൾ വിചാരിക്കുന്ന സമയം കൊണ്ട് തന്നെ പണികളൊക്കെ തീർക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള വെപ്രാളത്തിൽ നല്ല തിരക്കിട്ട പണികളാണ് കേട്ടോ. അപ്പോൾ അതേ കിഴങ്ങ് 2 ഞാൻ എടുത്തത് കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്തങ്ങാണ്ട് കുക്കറിലേക്ക് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സവാളയും തക്കാളിയും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് സവാളയും കൂടെ വേണം. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങ് അരിഞ്ഞെടുത്തു കേട്ടോ. ഉണ്ടാക്കുമ്പോൾ നമുക്ക് പകുതി അതിൻ്റെ അകത്തേക്കും ബാക്കി ഇതിൻ്റെ അകത്തേക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് അരിഞ്ഞെടുത്തത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ അതേപോലെ തന്നെ മുന്തിരി ഇതേ കഴുകാനായിട്ട് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ച് നേരം വിഷമൊക്കെ ഒട്ടുകൊണ്ട് വന്നെ മുന്തിരിയല്ലേ, അതുകൊണ്ട് തന്നെ ഉപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒരു 10-15 20 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മുന്തിരിയുടെ കൊലക്കകത്തുനിന്ന് ഇങ്ങനെ അടർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാനായിട്ട്. പറയുമ്പോൾ നമുക്ക് കുറേ പണിയുണ്ടെന്ന് തോന്നിയാലും എല്ലാം കുറേശ്ശെ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്നാകും കേട്ടോ. അപ്പോൾ അതേ മുന്തിരിയൊക്കെ അടർത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. പിന്നെ അതേ കുറച്ച് ഉപ്പും കൂടെ വാരി ഇട്ടിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരുന്നങ്ങാണ്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് നേരം ഞാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മൈദപ്പൊടി എടുത്തുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ റോൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിനും വേണമല്ലോ. അപ്പോൾ അത് പരത്തി എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ റോൾ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിന് രണ്ടിനും കൂടെയുള്ള കുറച്ച് മൈദമാവ് എടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ മൈദമാവൊക്കെ നന്നായിട്ട് കുഴച്ചു കേട്ടോ. നമ്മളിപ്പോൾ ഗോതമ്പിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ആയിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിഞ്ഞാൽ മാത്രം മതിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അതേ കുഴക്കലൊക്കെ കഴിഞ്ഞ് ചെറിയ ബോളുകളാക്കി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കിഴങ്ങൊക്കെ വിസിലടിച്ചിങ്ങാണ്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചേക്കണതാണ്. ഇനി പിന്നെ കുറച്ച് ചൂടാറിയിട്ട് വേണം അതൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. പിന്നെ ഇത് കിഴങ്ങ് വെന്തിങ്ങാണ്ട് കുക്കറൊക്കെ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ച ആ ഒരു സമയത്ത് തന്നെ ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 4-5 മുട്ട എടുത്തങ്ങാണ്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതും കൂടി അവിടെ കിടന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ചപ്പാത്തിക്കുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് ബോളുകളൊക്കെ മുറിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കുക്കറൊക്കെ എയർ പോയി കഴിഞ്ഞ് തുറന്നെടുത്തു കേട്ടോ. അപ്പോൾ ഇതിനി കിഴങ്ങും കൂടി ഒന്ന് ഉടച്ചെടുക്കണം. ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കിഴങ്ങ് വേവിച്ചിട്ടത്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. പിന്നെ കുക്കറിൽ നമ്മളെപ്പോഴും ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് വേവിക്കണം. ആ ഒരു ഇതുകൊണ്ടാണ് ചെറിയൊരു മഞ്ഞ കളറിൽ കിഴങ്ങ് നിൽക്കണത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചെടുത്ത് ചട്ടിയിലേക്ക് അകത്തേക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കണേ ഒരു വീഡിയോ ഒന്നും ഞാൻ പിടിച്ചില്ല, അത് ഞാൻ ഇതിൻ്റെ അകത്ത് സ്കിപ്പ് ചെയ്തു കേട്ടോ. പിന്നെ എല്ലാം കുറച്ചുണ്ടാക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് സ്റ്റൗവേൽ എടുത്തത് കേട്ടോ. അടുപ്പ് ഞാൻ കത്തിച്ചേ ഇല്ല. അടുപ്പിൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് ഫോൺ സെറ്റ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. സ്റ്റൗവേലാകുമ്പോൾ എനിക്ക് ആ ഒരു സൗകര്യം ഇല്ല കേട്ടോ. പിന്നെ അടുപ്പിൻ്റെ ഒത്തിരി ചൂടടിച്ച് കഴിയുമ്പോൾ ഈ നോമ്പിന് ഭയങ്കര ക്ഷീണമായിരിക്കില്ലേ എന്ന് ഓർത്തുകൊണ്ടാണ് അടുപ്പ് കത്തിക്കാതെ ഇരുന്നത്. സ്റ്റൗവേലാകുമ്പോൾ പെട്ടെന്ന് എല്ലാം ആവുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ മസാല റെഡിയാക്കി എടുക്കാനായിട്ട് കിഴങ്ങും സവാളയുടെയൊക്കെ മിക്സ് റെഡിയാക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. അത് ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതൊന്ന് വഴറ്റിങ്ങാണ്ട് ബ്രൗൺ കളറായിട്ട് വേണം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പിയും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് കൈ കൊണ്ട് നമുക്ക് പിടിച്ച് ബോളാക്കി എടുക്കണം. ഒരു രീതിയിലാകുമ്പോഴത്തേക്കും കുറച്ച് ചൂടാറാനുണ്ട്. അപ്പോൾ ആ ഒരു സമയം വരെ അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ആ ഒരു സമയത്ത് തന്നെ അപ്പോൾ ഫില്ലിങ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു ചീച്ചട്ടി തടപ്പത്തേക്ക് വെച്ചു. ഇനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്താലാട്ടോ സമയം നമുക്ക് ബാലൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് നേരം ഈ നോമ്പ് പിടിച്ചിട്ട് പിന്നെ ഇടയ്ക്കൊരു നോമ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമല്ലേ നോമ്പിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് 1-1.5 മണിക്കൂറിലെല്ലാം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര ധൃതി വെച്ചെങ്ങാണ്ട് എല്ലാം ചെയ്യണത്. അപ്പോൾ അത് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് തന്നെ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം.
ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏതും റെസിപ്പി ആയിട്ടൊന്നും ഏതും പറയണില്ല കേട്ടോ. എല്ലാം ഒന്ന് ഓടിച്ചിട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ട നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ അതും കൂടെ പൊളിച്ചെങ്ങാണ്ട് സവാളയൊക്കെ വേവണ ആ ഒരു സമയം കൊണ്ട് തന്നെ അതും കൂടെ ഒന്ന് പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ. മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തപ്പോൾ ഇതേ വേവിക്കാനായിട്ട് 5 മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 3 മുട്ട മതി കേട്ടോ. അപ്പോൾ അത് 3ഉം കൂടി ഒന്ന് പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. 2എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് 2എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട മുളക് പൊടി മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടിയും പിന്നെ അതേപോലെ തന്നെ ഞാൻ പച്ചമുളക് ഇട്ടതുകൊണ്ട് തന്നെ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ മുളക് പൊടി. പിന്നെ മക്കളാണ് കഴിക്കുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ അവരെയും കൂടെ പരിഗണിച്ചാണ് മുളക് പൊടിയൊക്കെ ഇട്ടേക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പക്ഷേ വെള്ളത്തിൽ കിടന്നെങ്ങാണ്ട് സവാള നന്നായിട്ടൊന്ന് വേവണം എങ്കിലാണ് കേട്ടോ ആ ഒരു ഇതാവുകയുള്ളൂ. ഇനി അതിലേക്ക് ഞാൻ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് തീയൊന്നും വെച്ചില്ല. ഏറ്റവും കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റിയിട്ടോ. ഇനി അതവിടെ കിടന്നങ്ങാണ്ട് പയ്യെ തിളച്ച് ശരിക്കും ആ സവാളയിലേക്കൊക്കെ ഇതൊക്കെ പിടിച്ച് ആ മുട്ടയിലേക്ക് മസാല എല്ലാം പിടിക്കണം. ഇതിൽ ഏറ്റവും തീ കുറച്ച് വെച്ചെങ്ങാണ്ട് അവിടെ ഇരുത്തിയോടെ വെച്ചു കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഇതേ മുന്തിരി കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. മുന്തിരി നന്നായിട്ടൊന്ന് കഴുകി ഞാൻ വെള്ളം മാറ്റിയിട്ടാണ് കേട്ടോ വാരിയെടുക്കണത്. ഞാനൊരു 10-20 മിനിറ്റ് മുമ്പ് ഉപ്പ് ഇട്ടുങ്ങാണ്ട് കഴുകാനായിട്ട് വെച്ചേക്കണായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞങ്ങാണ്ട് ആ വെള്ളമൊക്കെ ഞാൻ മാറ്റിക്കളഞ്ഞ് 2-3 പ്രാവശ്യം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്താണ് കേട്ടോ. പക്ഷേ കഴുകണത് ഞാൻ അതിൽ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞതേ അതും കൂടി ഒന്ന് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടുങ്ങാണ്ട് ഒന്ന് തിളപ്പിച്ച് വെക്കാനായിട്ട് ചായപാത്രത്തിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴുകി വെച്ച മുന്തിരിയെല്ലാം ഞാൻ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരുപാട് പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞതേ അത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്തിന് നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സമയത്തിന് അതിൻ്റെ തീയും കൂടെ ഓഫാക്കി വെച്ചു. അത് കഴിഞ്ഞതേ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ഇനി മുന്തിരി ഒന്ന് തിളച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിയും കൂടെ പരത്തിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതും കൂടെ ഒന്ന് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി പരത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഞാൻ വെറും 8 ബോൾസാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടിയാട്ടോ ഞാൻ എടുത്തുള്ളൂ. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ നോമ്പൊന്നും പിടിച്ചുകൊണ്ട് ഒരുപാട് ആഹാരമൊന്നും കഴിക്കില്ല. ചിലപ്പോൾ ഈ ഉണ്ടാക്കണതിന് നാളെ രാവിലത്തേക്കും കൂടെ കാണും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഞാൻ ഉണ്ടാക്കണേ ഉള്ളൂ. അപ്പോൾ 8 ബോൾസിൽ ഒരു 5 ചപ്പാത്തി ഉണ്ടാക്കാം. ബാക്കി 3 നമ്മൾ റോൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ബാക്കി 3 വെച്ചത്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായി ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്ത് തീർന്നു കേട്ടോ. അങ്ങനെ ഇവിടെ 5 ചപ്പാത്തി ഞാൻ പരത്തിയെടുത്തു കേട്ടോ. അപ്പോൾ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞു. എല്ലാ പണികളും പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉണ്ടാക്കണ കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. എല്ലാ പണികളും പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. പിന്നെ ഞാൻ ബാക്കി 3 ബോൾസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് പരത്തിയെടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മുടെ മസാലയൊക്കെ ഫില്ലിങ്സ് റെഡിയാക്കി വെച്ചേക്കണേ അതൊക്കെ ശരിക്കും ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതും കഴിയുമ്പോൾ അതും കൂടെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഇപ്പം തന്നെ അങ്ങ് പരത്തി വെക്കുന്നത്. അപ്പോൾ അത് റോള് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ചെറുതാക്കി എടുത്തത് കേട്ടോ. നമ്മളിപ്പോൾ കടയിലൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലുതായിരിക്കും റോള്. ഞാൻ അത്രയ്ക്കും അങ്ങോട്ട് ആക്കിയില്ല. കാരണം കുഞ്ഞു മക്കളല്ലേ കഴിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരാൾക്കൊന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ബാലൻസ് വെക്കേണ്ടതെന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കടയിലേക്ക് സെർവ് ചെയ്യാനൊന്നും അല്ലല്ലോ നമുക്കിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതാക്കി എടുത്തത്. അങ്ങനെ അതും കൂടെ പരത്തി വെച്ചു. അതിൻ്റെ ഇടയിൽ ഇതേ ചപ്പാത്തി ചുട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം. സാധാരണ ഞാൻ ചപ്പാത്തി ചുടുന്ന സമയത്ത് ചിലപ്പോൾ ഒക്കെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ചപ്പാത്തിക്കകത്തേക്ക് ഞാനതങ്ങനെ ആക്കി കൊടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഈ നോമ്പൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആഹാരമൊക്കെ കഴിക്കാതെ പെട്ടെന്ന് നമ്മൾ ഒരുപാട് മധുരം ഒരുപാട് എണ്ണയൊക്കെ കൂടെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി നോർമലായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അതും ഫ്രൈ പാനിലാണ്. എണ്ണയൊന്നും ഇല്ലാണ്ട് തന്നെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ചുടലും ഒരുവിധം തീർന്നു കേട്ടോ. 5ാമത്തെ ചപ്പാത്തിയാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ പണികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സിൻ്റെ പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് സ്റ്റൗ കിടത്തുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ഞാൻ ചായ വെക്കാനായിട്ട് പാലും കൂടെ എടുത്തുകൊണ്ട് അടുപ്പത്തേക്ക് വെക്കുവാണ് കേട്ടോ. അപ്പോൾ പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ചായ അടുപ്പത്തേക്ക് വെക്കുവാണ് കേട്ടോ. പിന്നെ അവിടെ കിടന്നുകൊണ്ട് അത് ചൂടാവണ ഒരു സമയം കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്കും ഇത് പാല് തിളച്ച് പോകരുത് കേട്ടോ. അപ്പോൾ അത്രയും സമയം വേണമല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ബ്രെഡ് എനിക്ക് കിട്ടിയില്ല. പകരം റസ്ക്കാണ് കേട്ടോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ റസ്ക് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. റസ്ക് കൊണ്ടാകുമ്പോൾ നമുക്ക് അത്രയൊന്നും പെർഫെക്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കാരണം അത് ഒന്നായിട്ട് പൊടിഞ്ഞു പോവുക ചെയ്യുള്ളൂ. ബ്രെഡാണ് നമുക്ക് എപ്പോഴും നല്ലത്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ കടയിൽ ബ്രെഡ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് കേട്ടോ റസ്ക് ഉള്ളത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് പാൽച്ചായ നോക്കാനായിട്ട് അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ചെന്നപ്പോൾ പാല് തിളച്ച് പൊങ്ങി വരണേ ഉള്ളായിരുന്നു. പിന്നെ ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടുകൊണ്ട് അതും തിളപ്പിച്ച് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതേ ചായ ആയിട്ടുണ്ട്, ചപ്പാത്തി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ മുട്ട റോസ്റ്റും ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസിന് മുന്തിരിക്ക് വേവിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്നാക്സും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അത്രയും കൂടെ പണിയാ ഇനിയുള്ളൂ. അങ്ങനത്തെ ചായയും കൂടെ തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇനി ആ സ്റ്റവ് കിടത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അതിലേക്ക് ഞാൻ സ്നാക്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ആ ചട്ടിയും കൂടെ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. തീ ഏറ്റവും കുറച്ചിട്ടേക്കുവാണ്. അപ്പോൾ അതവിടെ കിടന്നെങ്ങാണ്ട് പയ്യെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഒരുവിധം എല്ലാ പണികളും കഴിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം ഒന്നും കാണിച്ചു തരുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നൊന്നും എനിക്കറിയില്ല. കട്ട്ലേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ കട്ട്ലേറ്റ് അല്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് കയ്യിൽ വെച്ചെങ്ങാണ്ട് കുറച്ച് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ മസാല കയ്യിലേക്ക് എടുത്തെങ്ങാണ്ട് അതൊന്ന് പരത്തി എടുത്തു കേട്ടോ. കാരണം കുറച്ച് ഇച്ചിരി അങ്ങോട്ട് പരത്തി എടുത്തു. അതിലേക്ക് ഞാൻ ഒരു മുട്ട പുഴുങ്ങി, 2 മുട്ട ഞാൻ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരെണ്ണം പൊളിച്ചെടുത്തെങ്ങാണ്ട് 4 പീസാക്കിങ്ങാണ്ട് മുറിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അത് കയ്യിൽ വെച്ചെങ്ങാണ്ട് പരത്തി എടുത്തതിന് ശേഷം ഒരു മുട്ടയുടെ പീസും കൂടെ അതിൻ്റെ അകത്തേക്ക് വെച്ചെങ്ങാണ്ട് ഒന്ന് കവർ ചെയ്ത് കൈ കൊണ്ടൊന്ന് റോൾ ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് സമയക്കുറവും പിന്നെ കൊച്ചുങ്ങൾ കരയണതിന് മുമ്പ് എല്ലാം കൂടെ കഴിയണം എന്നൊക്കെ ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചില്ല. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരും പോലെ തന്നെയാണ് കേട്ടോ. അറിയാത്തവരൊക്കെ ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ സ്നാക്സിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് കേട്ടോ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് 4 ഞാൻ പീസാക്കിയും കണ്ട് ആ 4 മുട്ടയും വെച്ചിട്ടാണ് കേട്ടോ ഇത് റോൾ ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 4 റോളാട്ടോ ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ഞങ്ങളിപ്പോൾ 3 പേരുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വേണ്ടാന്ന് വിചാരിച്ചാണ് ഈ 4 റോളായിട്ട് ഈ ഒരു ഇതിലും ചെയ്തെടുത്തത്. പിന്നെ അതേപോലെ തന്നെ ബാക്കി കുറച്ച് മസാല ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് വേറൊരു മുട്ടയും കൂടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 5 എണ്ണത്തിൽ 5-ാമത്തെ ആ മുട്ട എടുത്തുകൊണ്ട് അതിലേക്ക് ഞാൻ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയും കണ്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു ഫില്ലിങ്സ് വെച്ചുകൊണ്ടാണ് കേട്ടോ ഈ ചപ്പാത്തി പരത്തി വെച്ചേക്കണേ. അതിലേക്ക് നമ്മൾ റോൾ ചെയ്തെടുക്കാൻ പോണത്. അതിന് മുമ്പ് ഇതേ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇത് തന്നെ ഈ ഒരു റോളുണ്ടല്ലോ അത് മുട്ടയുടെ ഒരു മിക്സിലേക്ക് മുക്കി എടുത്തു. ഒരു മുട്ട എടുത്തുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് കുത്തി പിന്നെ ഒന്ന് ഉടച്ച് മിക്സാക്കി കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ് കേട്ടോ മുട്ടയുടെ മിക്സ് ഉണ്ടാക്കി എടുത്തേക്കണത്. അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തുകൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ റസ്ക് പൊടിച്ച് വെച്ചേക്കണേ അതിലും കൂടെ ഒന്ന് ശരിക്കും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് 4ഉം കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് മുട്ടയുടെ മിക്സിയിൽ മുക്കിയെടുത്തു. ഇനി അതേപോലെ തന്നെ ഇത് 4ഉം കൂടെ ഒരുമിച്ച് തന്നെ നമ്മുടെ ബ്രെഡിൻ്റെ റസ്കിൻ്റെ പൊടിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റസ്കിൻ്റെ പൊടി കൊണ്ട് സാധാരണ ഒരു സ്നാക്സും ഉണ്ടാക്കാറില്ല കേട്ടോ. എപ്പോഴും എനിക്ക് ബ്രെഡ് തന്നെയാണ് കിട്ടാറുള്ളതും. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ കടയിലൊന്നും പോയി മേടിച്ചുകൊണ്ട് വരാനായിട്ടൊക്കെ ഉണ്ടായില്ല. ഞാൻ തന്നെ പോയതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്താന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കുവാണെങ്കിലും റസ്കിൻ്റെ പൊടി വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആവില്ല കേട്ടോ. കാരണം നമ്മൾ എണ്ണയിലിടുന്ന സമയത്താണെങ്കിലും ആ പൊടികൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് അത്ര പിടിച്ച് നിൽക്കില്ല. പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അത് എണ്ണയിലേക്കായിരിക്കും കേട്ടോ വന്നത്. എന്നിട്ട് അത് അവിടെ കിടന്ന് കരിയുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഇത്രയും നാളും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ തന്നെ എനിക്കത് വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി കേട്ടോ. പിന്നെ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിത് ചപ്പാത്തി പരത്തി വെച്ചേക്കണത് അതിലും ഓരോന്നായിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് ആ ഒരു ഫില്ലിങ്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് 2 സൈഡിൽ നിന്നും മടക്കിയെടുത്തു. അതുപോലെ തന്നെ എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിയും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ചപ്പാത്തി പരത്തി വെച്ചിട്ട് ഒരു 10 മിനിറ്റിലധികം ആയില്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കണ്ട് ചെറുതായിട്ടൊന്ന് ഒട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ വേറെയാണ് വെച്ചത്. എങ്കിലും അതിൻ്റെ സൈഡൊക്കെ അവിടെയും ഇവിടെ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തട്ടിയ ഭാഗം തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി ഇതും കൂടി ഒന്ന് നമുക്ക് അതേപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ റസ്കിൻ്റെ പൊടിയിലും കൂടെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ ചപ്പാത്തിയിലും ഞാൻ ഇതേപോലെ തന്നെ ഫില്ലിങ്സൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെങ്ങാണ്ട് മുട്ടയുടെ മിക്സിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടു. അപ്പോൾ എല്ലാം ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. രണ്ടും കൂടെ ആയതുകൊണ്ട് രണ്ടും 2 ടൈപ്പാന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ചെയ്തേക്കണ ഫില്ലിങ്സ് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെജിറ്റബിൾ വെച്ചെങ്ങാണ്ട് ചെയ്തെടുത്തേക്കണത്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി എടുത്തു. പിന്നെ അത് ഓരോ ട്രിപ്പായിട്ട് ഞാൻ പൊരിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കുന്ന സമയത്തായിട്ട് ഒരുപാട് തീയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ലോയും ആവരുത് ഹൈയും ആവരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്കാട്ടോ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പരത്തിയെടുക്കണ ഇത് റോൾ ചെയ്തെടുക്കണ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നന്നായിട്ട് അങ്ങ് ചൂടായില്ല കേട്ടോ. ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നല്ല ചൂടുണ്ടെന്ന്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എണ്ണയുടെ ചൂട് കുറച്ചിങ്ങനെ കുറഞ്ഞു പോണ പോലെ തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയത്തേക്ക് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ അത് മീഡിയത്തിലേക്ക് മാറ്റി കേട്ടോ. അങ്ങനെ ഇതേ ഓരോ ട്രിപ്പായിട്ടും ഇത് പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
റസ്കിൻ്റെ പൊടി വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നത്. ഏത് സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാലും റസ്കിൻ്റെ പൊടി ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ റസ്ക് മേടിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് ഇതങ്ങോട്ട് ആയിപ്പോയി തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ആ റസ്കിൻ്റെ പൊടി മൊത്തം നമ്മൾ എണ്ണയിലേക്കാണ് ഇട്ട് പോണത്. എണ്ണ എന്നിട്ട് ഇങ്ങനെ കറുത്ത് കറുത്ത് വരുമെന്നല്ലാണ്ട് നമ്മൾ ഈ കോട്ട് ചെയ്തെടുത്തേക്കണേ അതിൽ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല. എന്നാലും കുഴപ്പമില്ല. പക്ഷേ റസ്കിൻ്റെ പൊടി എപ്പോഴും എടുക്കാതിരിക്കണം കേട്ടോ ഏറ്റവും നല്ലത്. എനിക്കങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ചെയ്യണില്ല കേട്ടോ. പിന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിനൊരു ലൈക്ക് തരിക. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകൂടാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഓരോരോ ട്രിപ്പായിട്ട് സ്നാക്സ് ഇത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവസാനത്തെ ട്രിപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ അടിച്ചെടുക്കുകയാണ് കേട്ടോ. മിക്സിയിൽ അടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ തിളപ്പിച്ച് വെച്ചേക്കണേ ഒരുപാട് തന്നെ അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ആ വെള്ളം മൊത്തം ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മുന്തിരി മാത്രമാണ് കേട്ടോ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാറ്. കുറച്ച് പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മുന്തിരി പുളി ആയതുകൊണ്ട് തന്നെ അതെനിക്ക് തികയില്ലാന്ന് തോന്നി. 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരരിപ്പയിലേക്ക് മാറ്റിങ്ങാണ്ട് ഒന്ന് അരിച്ചെടുത്ത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അത് ശരിക്കും ഒന്ന് അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചെടുത്തത്. പിന്നെ ഞാൻ തണുത്ത വെള്ളം ഒന്നും ഒഴിച്ചില്ല. കാരണം തണുപ്പ് ചെന്ന് കഴിയുമ്പോൾ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. കൊച്ചിന് തണുപ്പ് കൊടുക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി എടുത്തേക്കണത്. അങ്ങനെ നമ്മുടെ നോമ്പ് ഇടയത്തായം കുടിക്കുന്നത് മുതൽ ഞാൻ നോമ്പ് തുറക്കണ വീഡിയോ ഒന്നും ഞാൻ അതിനകത്ത് പെടുത്തിയിട്ടില്ല. അതേപോലെ തന്നെ ആഹാരം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ പെടുത്തിയിട്ടില്ല കേട്ടോ. അത് പെടുത്താൻ എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് പെടുത്താണ്ടിരുന്നത്. പിന്നെ അതെല്ലാം നോമ്പ് തുറക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കപ്പിലേക്ക് ഒഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഞാൻ ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ ഫോണിലേക്ക് കേട്ടോ നോക്കിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ടുള്ള വിഭവങ്ങൾ ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് വിളിക്കുന്ന അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. മക്കൾ ഇവിടെ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.